മലയാളിയുടെ ഹാസ്യം, കാർട്ടൂൺ, വിമർശനം എന്നീ അവബോധങ്ങളിൽ മായാത്ത മുദ്ര പതിപ്പിച്ച രണ്ട് വാക്കുകളാണ് ടോംസ്. അതേപോലെ രണ്ട് കുട്ടികളാണ് ബോബനും മോളിയും. എന്താണ് ഈ കാർട്ടൂണിലേക്ക് തിരിയാൻ ഒരു കുട്ടനാട്ടുകാരനെ പ്രേരിപ്പിച്ചത്? കാർട്ടൂണിലേക്ക് തിരിയാൻ എന്നെ പ്രേരിപ്പിച്ചത് എൻ്റെ സഹോദരൻ പീറ്റർ തോമസ് ഒരു കാർട്ടൂണിസ്റ്റായിരുന്നു. അന്ന് പ്രസിദ്ധനായിരുന്നു? അപ്പോൾ അത്ര വലിയ പ്രസിദ്ധനൊന്നും ആയിരുന്നില്ല. കാരണം അദ്ദേഹം അധികവും കാർട്ടൂൺ വരച്ചിരുന്നത് ഇല്ലസ്ട്രേറ്റഡ് വീക്കിലിയും ശങ്കേഴ്സ് വീക്കിലിയും. ഈ രണ്ട് വാരികകളും വളരെ അപൂർവമായിട്ട് ഇവിടെ കിട്ടിയിരുന്നുള്ളൂ. പിന്നെ ന്യൂ ലീഡർ എന്നും പറഞ്ഞ് മണ്ടാസി എന്നൊരു വാരികയുണ്ട്. കേരളത്തിൽ അദ്ദേഹം അധികം അറിയപ്പെട്ടിരുന്നില്ല. പക്ഷെ അദ്ദേഹം വരയ്ക്കാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചിട്ടില്ല. കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എൻ്റെ പഠിത്തം ഉഴപ്പി പോകുമെന്ന് പറഞ്ഞിട്ട് എന്നെ അതിന് അനുവദിക്കുകയില്ല. പക്ഷേ കുറേ കാലം കഴിഞ്ഞ് അദ്ദേഹം സിംഗപ്പൂരിലേക്ക് ഉദ്യോഗാർത്ഥം പോയി. അപ്പോൾ എനിക്കൊരു നല്ലൊരു അവസരം കിട്ടി. കാരണം അങ്ങനെയുള്ള എക്യുപ്മെൻറ്റ്സും കടലാസും മഷിയും പേന എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അത് ഞാനെടുത്ത് കുറച്ച് അങ്ങോട്ട് പ്രയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രയോഗിച്ചാണ് ഒരു കാർട്ടൂണിസ്റ്റായത്. ഒരു കുട്ടനാടൻ ഗ്രാമത്തിൽ നിന്ന് ഈ ഹാസ്യം കണ്ടെത്താൻ നൈസർഗികമായി വന്നതോ ബോധപൂർവം ശ്രമിച്ചതോ ആണോ ഈ ഗ്രാമം? ബോധപൂർവം ഒന്നും ശ്രമിച്ചിട്ടില്ല. അത് ചക്ക വീണ് മുയൽ എത്തുമെന്ന് പറഞ്ഞാണൊക്കെ ഞാൻ കാർട്ടൂണിസ്റ്റായി. അല്ല, ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, കാർട്ടൂണിസ്റ്റ് അല്ലാതിരുന്നെങ്കിൽ സാർ എന്താകുമായിരുന്നില്ല? ഞാൻ ഒരു സംഗീതജ്ഞനായ അതായിരുന്നു. അങ്ങനെ. അപ്പം ഞാൻ ഈ കോട്ടയത്ത് വരാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാനിങ്ങനെ സമയം പോകാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറിച്ച് വരയ്ക്കും. ഇപ്പോൾ എൻ്റെ അയൽക്കൊത്ത് ബോബനും മോളി എന്നും പറഞ്ഞ രണ്ട് കുട്ടികളുള്ള മഹാകുസൃതികളാണ്. അപ്പോൾ അവരിത് വന്ന് കാണും. അവർ ഇതിൻ്റെ ചില കോപ്പികളൊക്കെ എടുത്തുകൊണ്ട് പോകും. അവർക്കത് വലിയ ഇഷ്ടമാണ്. വീട്ടിൽ വെച്ച് തന്നെയാണ്. അങ്ങനെ എന്ത് പോയിരിക്കുക മോളി എന്നോട് ചോദിച്ചു, എന്നെ ഒന്ന് വരയ്ക്കാമെന്ന് ചോദിച്ചു. അതവളെ ഒരു വെല്ലുവിളിയാണല്ലോ. അത് വരച്ചല്ലേ മോശമാണല്ലോ. അവിടെ ഇരിക്കാൻ പറഞ്ഞു. അവളെ പോസ് ചെയ്തു. നല്ല കണ്ണും ചുരുണ്ട തലമുടിയായിരുന്നു. ലൈക്കിനെസ് എടുക്കാൻ വളരെ എളുപ്പമായിരുന്നു. അത് വരച്ച് അവിടെ കൊടുത്തു. അവൾ സ്കൂളിൽ കൊണ്ട് കുട്ടികളെ കാണിച്ചപ്പം എല്ലാവരും അടുത്ത് കൂടി അവളുടെ വലിയ ഹീറോയിനായി. ഇത് കണ്ടപ്പം ബോബന് രസൂയ ഒന്ന് ഞങ്ങളെ എന്നെ കൂടെ വരയ്ക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവനെ വരച്ചു കൊടുത്തു. അപ്പം അതെല്ലാം കഴിഞ്ഞ് പിന്നെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഈ ചുണ്ടൻവള്ളം വരയ്ക്കുന്ന ഒരു രീതിയായിരുന്നു എനിക്ക്. അതൊക്കെ നിർത്തി ഈ ബോബനും മോളിയും മോഹം കിട്ടല്ലോ. അപ്പോൾ അതിന് ഉടൽ കൊടുത്തു, ഒരു ഫ്രോക്ക് ഇടിച്ചു, മറ്റേ ചെറുക്കനെ ഷർട്ടും നിക്കറും ഒക്കെ ഇടിച്ചു. ഇവരെ നടത്തി ഓടിച്ചു, വെള്ളത്തിൽ ചാടിച്ചു, വള്ളത്തെ കയറ്റി, ഇങ്ങനെ പല രംഗങ്ങൾ. അപ്പോൾ ഈ രംഗങ്ങൾ കൂടാതെ സാറിന് എന്തൊക്കെ പറയാനുണ്ട് എന്നുള്ളൊരു ധാരണ വന്നു. അതാണല്ലോ ബലൂണും ഡയലോഗും വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി ഈ രംഗങ്ങൾ ഞാനങ്ങ് വരച്ചിട്ടു. അപ്പോൾ ഇതിങ്ങനെ നിലത്ത് കിടക്കുന്ന കണ്ട് ഞങ്ങളുടെ ഒരു വികാരിച്ചുണ്ട്, ഫാദർ ജോസഫ് അടക്കമുറി. ഇതിനെപ്പറ്റി വളരെ പുച്ഛമാണ്. കാരണം കുഴി മടിയെന്നാണ് എന്നെപ്പറ്റി വിളി. കാരണം BA പാസ്സായി വന്നിട്ട് വീട്ടിൽ ഇരുന്ന് തിന്നിറങ്ങുക. അപ്പം അച്ഛനൊരിക്കൽ വന്ന് ഇത് കണ്ടു. ഇതാര് വരച്ചാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വരച്ചാൽ. ഇവിടെ തനിക്ക് ഇത് അതെങ്കിലും തനിക്കൊരു ഇങ്ങനെ ഒരു സിദ്ധി ഉണ്ടല്ലോ, ഒന്നും ജോലിക്ക് പോകണ്ട, ഇതൊരു കാർട്ടൂണിസ്റ്റാകാൻ നിങ്ങൾക്ക് ശ്രമിച്ചാൽ. എനിക്കതിൻ്റെ അകത്ത് വലിയ താല്പര്യം തോന്നുന്നില്ല. അങ്ങനെ ഞാൻ ഒരു മുഖം കാണിച്ചപ്പം അങ്ങനെ പറഞ്ഞു, ഞാൻ അടുത്ത ആഴ്ചയിൽ വരും. അപ്പോൾ എല്ലാ ആഴ്ചയിലും എൻ്റെ ഫാദറുമായിട്ട് ഇങ്ങനെ ലോ കാര്യങ്ങൾ പറയാനൊക്കെ വരും. ഒരു കാർട്ടൂൺ വരച്ച് വെച്ചേക്കാം. ഒറ്റ ആഴ്ച വന്നപ്പോൾ ഞാൻ വരച്ചില്ല. എനിക്ക് തന്നെ അറിയാം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കുഴിമടിയനാണ്. രക്ഷപ്പെട് കല്ലടൂ വീട്. അതിൻ്റെ ഇച്ചിരി പ്രയാസമായി. ഞാൻ രക്ഷപ്പെടുകയെന്ന് പറഞ്ഞു. ആർക്കാണെങ്കിലും ഒന്ന് ഹർട്ട് ചെയ്യുമല്ലോ. അപ്പം പിറ്റേ ആഴ്ച വന്നപ്പോൾ ഞാൻ ഒരു കാർട്ടൂൺ വരച്ച് വെച്ചു. ഇതെനിക്ക് വേണ്ടിയോ പത്രക്കാർക്ക് വേണ്ടിയല്ല, കത്തനാർക്ക് വേണ്ടിയാണ്. ഇങ്ങനെ വഴക്ക് പറയരുത്. അത് എനിക്ക് എന്തെങ്കിലും വരയ്ക്കണമെന്ന് തോന്നുമ്പോൾ ഈ ബോബനും മോളി എൻ്റെ മനസ്സിൽ വരും. ഈ ബോബനും മോളിയും വെച്ചുകൊണ്ട് ഈ കുഞ്ചുക്കുറ് പോലെ ഒരു പോക്കറ്റ് കാർട്ടൂൺ ഞാൻ വരച്ചൊരു ഫലിതം ഉണ്ടാക്കി. അത് അച്ഛൻ വന്നപ്പോൾ കാണിച്ചു, ഇഷ്ടപ്പെട്ടു. ഞാനിത് പിന്നെ എൻ്റെ കൂടെ പഠിച്ച ഒരു കാർഡിനൽ ജോസഫ് ഉണ്ട്,
കാരനല്ല, അന്നത്തെ അച്ഛനാണ്. ഇതാണ് പിന്നെ എൻ്റെ കാരനിലെ ജോസഫ് പാറേക്കാട്ടിലായത്. ഇങ്ങനെ സത്യദീപം എന്ന് പറയുന്ന ആ പത്രത്തിൻ്റെ എഡിറ്ററാണ്. അതിനയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അത് പ്രസിദ്ധീകരിച്ചു വന്നു. പ്രസിദ്ധീകരിച്ച് ചെന്നപ്പോൾ എനിക്കൊരു താല്പര്യം തോന്നി. അതിൻ്റെ പേരൊക്കെ അതിൻ്റെ അടിയിൽ കിടക്കും, കൊള്ളാമല്ലോ, നമ്മളൊരു ഐഡൻറ്റിറ്റി നമ്മൾ കണ്ടെത്തി. അപ്പോൾ അങ്ങനെയാണ് പിന്നീട് തുടർച്ചയായിട്ട് അയക്കാൻ തുടങ്ങി. സാർ അന്ന് ആദ്യം പറഞ്ഞ പോലെ ഗായകനാകുക എന്നുള്ളൊരു പ്രൊഫഷനല്ല. സാറ് ഭൗതികമായ ജീവിതം കരിപ്പിടിപ്പിക്കാൻ വേണ്ടി ചിന്തിച്ചതിൽ പത്രപ്രവർത്തനം വന്നിട്ടുണ്ട്. അതിന് പ്രേരിപ്പിച്ചതും ബ്രദർ തന്നെയാണോ അത് വേറെ? ഇല്ല, അത് പിന്നെ ഈ കാർട്ടൂൺ എൻ്റെ പേര് കണ്ടു കഴിച്ചപ്പോൾ ഇത് മുമ്പോട്ട് കൊണ്ടുപോയി കൊള്ളാമെന്നുള്ള താല്പര്യം ജനിച്ചതിൻ്റെ പേരിലാണ് പിന്നീട് കാർട്ടൂൺ പ്രൊഡക്ഷൻ. ഇതിലെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം ഉണ്ടായി. അതാണ് അതിൻ്റെ സത്യം. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇതൊക്കെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പം എന്നാൽ കൃഷിപ്പണി ഏറ്റെടുക്കാമെന്ന് ചോദിച്ചത്. കാരണം ഒരു 10-400 പറന്നലം അന്നത്തെ കാലഘട്ടത്തിൽ അത് അവിടുത്തെ ഒരു വലിയ അഫ്ലുവൻസ് ഫാമിലിയുടെ ഒരു ചുറ്റുപാടാണ്. അവിടെ ഇടത്തരം കുടുംബം. അപ്പോൾ കാരണം അത് ഏറ്റെടുക്കാൻ കാരണം എൻ്റെ ഫാദറിൻ്റെ കാല് ഒരു കേസിന് വേണ്ടി പിന്നെ പള്ളിയായിട്ടൊരു കേസുണ്ടായിരുന്നു. അതിന് വേണ്ടി പോയപ്പം ഒരു ബസ് പള്ളിയായിട്ട് കേസാണോ? സാറിൻ്റെ എഴുത്തിലും രചനയിലും ഒക്കെ പള്ളിയോട് ബന്ധപ്പെട്ട് ചെറിയ സറ്റർ വരാറുണ്ട്. എന്നെ ഒത്തിരി ഊണ്ടി ചെയ്ത സംഭവങ്ങളാണ് അത് വരാറുണ്ട്. അപ്പം കാലൊടിഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നപ്പം പലരും പറഞ്ഞതേ പള്ളിയോട് കളിക്കാൻ പോയി കാലൊടിഞ്ഞില്ലേ. അപ്പോൾ അപ്പം പറഞ്ഞു, എടാ ജോൺ പോൾ മാർപ്പാപ്പായുടെ 3 പേടി കൊണ്ടു, ഏത് പള്ളിയോട് കളിക്കാൻ പോയിട്ടാന്ന് ചോദിച്ചു. പിന്നെ ആരും അപ്പം ഹ്യൂമർ എന്ന് പറഞ്ഞ ഒരു ട്രഡീഷണൽ അത് പിന്നെ ആ ചോദ്യം ചോദിച്ചിട്ടില്ല. അങ്ങനെ വന്നു. അപ്പം ഈ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കൃഷി കാർട്ടൂൺ വരെ പോലെ തന്നെ അതും അസ്തമിച്ചു. കാരണം അത് നെല്ല് ചുണ്ട് പഴുത്തപ്പോൾ വലിയൊരു മഴയും വെള്ളപ്പൊക്കെ ഉണ്ടായി, മഴ വീണ എല്ലാ കൃഷിക്കാരുടെയും മുഴുവൻ നഷ്ടമല്ല, മുഴുവൻ അങ്ങ് നശിച്ചു, ഒന്നും കിട്ടിയില്ല. കുറേ കഴിഞ്ഞപ്പം പത്രത്തിൽ വായിച്ചു കൃഷി നഷ്ടപ്പെട്ട കർഷകർക്ക് നഷ്ടപരിഹാരം കൊടുക്കും. പിന്നെ അതിൻ്റെ പുറകെ ഒരു തൊഴിലായല്ലോ, ആലപ്പുഴയ്ക്ക് പോകാം, അവിടെ കൃഷി ഓഫീസ് കടപ്പുറം പോവാം, ഹോട്ടലിൽ ചോറുണ്ട്. സർക്കാർ ഓഫീസുമായിട്ട് കണക്ട് ചെയ്യുന്ന അതൊരു വലിയ കലവറയായിരിക്കും. അപ്പോൾ അവിടെ എന്തോ തിരക്കിയപ്പം പിന്നെ കുഞ്ചകൃഷി സ്പെഷ്യൽ ഓഫീസർ NB ചെല്ലപ്പൻ നായർ എന്ന് പറയുന്നത് അറിയാവുന്ന വലിയ മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്നെ അറിഞ്ഞുകൂടാ, എനിക്ക് അദ്ദേഹത്തെ അറിഞ്ഞുകൂടാ. അവിടെ ചെന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പം അദ്ദേഹം ടൂറിന് പോയിരിക്കുക. അദ്ദേഹം വന്നാൽ ഒപ്പിട്ടാൽ ട്രഷറിയിൽ നിന്ന് അത്യാവശ്യം കാശ് കിട്ടും. അപ്പം ഞങ്ങളൊരു 6-7 പേരിങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത ഒരു പ്ലാവിൻ്റെ മുകളിലെ കക്ഷത്തിൽ ഒരു ഡയറി ഒരു കുടയൊക്കെ പിടിച്ചൊരു കുറുകിയ മനുഷ്യൻ. അപ്പം ഞാൻ അങ്ങനെ വന്നപ്പം ഈശ്വരപിള്ള എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ട് ചോദിച്ചു, എൻ്റെ വരെയും ചെറിയൊക്കെ എവിടം വരെ ആയിടോ, എന്നെ കളിയാക്കാനാണ്, എനിക്കറിയാം എൻ്റെ അയൽക്കാരനെ പത്രക്കാരെയൊക്കെ തിരിച്ചയച്ചു. ഞാനിങ്ങനെ കണ്ണും മെഴിച്ച് വിളിങ്ങിയിരിക്കുക. എനിക്ക് അയാളോടല്ല അരിശം തോന്നി, പത്രക്കാരോടാ. എൻ്റെ കാർട്ടൂൺ പ്രസിദ്ധീകരിക്കരുത്. ഞാനിവരെ ഊറടക്കം തീർച്ചയായും പറഞ്ഞു, ഇവിടെ നമുക്ക് എന്തെല്ലാം സിദ്ധിയും കഴിവുണ്ടെങ്കിലും ഇതൊക്കെ പ്രസിദ്ധീകരിക്കണമെങ്കിൽ നമ്മുടെ തലതൊട്ടപ്പന്മാർ പത്ര ഓഫീസിൽ വരണം, ഗോഡ് ഫാദർ വേണം. ഇനി അതല്ലെങ്കിൽ അവർക്ക് കള്ള് മേടിച്ചു കൊടുക്കണം, ഇനി അതിൽ നിന്നല്ലെങ്കിൽ പെണ്ണിനെ കൂട്ടി കൊടുക്കണം, ഇതിനൊന്നും എന്നെ കിട്ടുകയില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ മനുഷ്യനിത് കേട്ടു. പുള്ളി എൻ്റെ ഇരിക്കും ഒന്ന് തീപ്പെട്ടി ഉണ്ടോ എന്ന് ചോദിച്ചു. തീപ്പെട്ടി എടുത്ത് സീട്ട് വെച്ചു. അപ്പോൾ എന്നെ പത്രക്കാരെയൊക്കെ പലപ്പോഴും പറയുന്ന കേട്ടല്ലോ, കവിത എഴുതുമോ? എനിക്ക് കവിതയൊന്നും എഴുതാൻ അറിയാം, നല്ല ഒന്നാന്തരമായിട്ട് കാർട്ടൂൺ വരയ്ക്കാൻ അറിയാം, നല്ല ആശയമുണ്ട്, ഒരു വിവരം കെട്ട പത്രക്കാരും ഇല്ല ഒന്ന് പ്രസിദ്ധീകരിക്കാൻ. അപ്പോൾ അങ്ങനെ പറഞ്ഞു, അങ്ങനെയാണ് ഞാനൊരു വിലാസം തരാം, അതൊന്ന് അയച്ചു നോക്കാം. അദ്ദേഹം പേന എടുത്തിട്ട് വിലാസം എഴുതി തന്നു. വർഗീസ് കളത്തിൽ എഡിറ്റർ, മലയാളം, കോട്ടയം. ഞാൻ ചോദിച്ചു, ഇത് പറയാം നിങ്ങളാരാ? പീപ്പിൾ കോൾ മീ പോത്തൻ ജോസഫ് പറഞ്ഞ പോലെ പീപ്പിൾ കോൾ മീ വർഗീസ് കളത്തിൽ. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ പത്രാധിപരാണ്. ഞാൻ പിറ്റേ ദിവസം വന്നിട്ടൊരു കാർട്ടൂൺ അയച്ചു കൊടുത്തു. അതൊരു പുതിയ കാർട്ടൂൺ, ഒന്ന് റിജക്റ്റ് ചെയ്തല്ലോ, അതിന് പകരം മറ്റൊന്ന്. 3 ആഴ്ച കാത്തിരുന്നിട്ടും വന്നില്ല. ഇനി ഇത് വരികയില്ല, അത് ഉപേക്ഷിച്ചു. തെറി പറയാൻ ഒരാളുടെ ആയി എന്നുള്ള രീതിയിലായി. അതെ, അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് ചങ്ങനാശ്ശേരിക്ക് പോയിട്ട് പോയപ്പോൾ അടുത്തിരുന്ന എതിരെ ഇരുന്ന ഒരു തൻ മനോരമ വാരിയെ വായിക്കും. അത് വായിച്ച് കഴിയുമ്പോൾ ഒന്ന് കൈ നീട്ടാമെന്ന് വിചാരിച്ച് നോക്കിയിരുന്നു. വായിച്ച് കഴിഞ്ഞപ്പോൾ ആരും കൈ നീട്ടുന്നതിന് മുമ്പ് ഞാൻ മേടിച്ച് വായിച്ചു. പേജ് പറിച്ച് വന്നപ്പോൾ ഒരു കാർട്ടൂൺ കണ്ടു. ഇത് ഞാൻ ഇതിനു മുമ്പ് എവിടെ കണ്ടിട്ടുള്ളതാണല്ലോ, ഇത് ഞാൻ വരച്ചാണെന്നുള്ള സെക്കൻഡ് തോട്ടിൽ എനിക്ക് മനസ്സിലായി. കാരണം ഐ വാസ് നോട്ട് എക്സ്പെക്ടിങ്. നമ്മൾ അത്ഭുതപ്പെട്ടു. അപ്പോൾ അങ്ങനെ വന്നപ്പം തിരികെ വന്നപ്പം
പിറ്റേ ദിവസം ഒരു കത്ത് കിട്ടി, സുഹൃത്തെ കാർട്ടൂൺ കണ്ടു കാണുമല്ലോ, സൗകര്യം പോലെ ഇവിടം വരെ ഇരിക്കുക. ഞാൻ പിറ്റേ ദിവസം തന്നെ ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ കാർട്ടൂൺ കണ്ടു, നമുക്ക് എല്ലാ ആഴ്ചയിലും ആയാലും ഒരു ഭയം തോന്നി, എങ്ങനെ ആശയം ഉണ്ടാക്കും. ഞാൻ ബുദ്ധി ധൈര്യം എന്ന് ഈ വർഗീസ് കാലത്തിൽ അദ്ദേഹം കുട്ടനാട്ടുകാരനായിരുന്നു. എങ്ങനെ അവിടെ ഈ സ്ഥലത്ത് വന്നു? അദ്ദേഹം കുട്ടനാട്ടുകാരനായിരുന്നു. തകഴി എന്ന് പറയുന്ന സ്ഥലത്ത്, തലവടി. എന്തായാലും ഒരു പത്രാധിപരെ കണ്ടെത്തുന്ന വളരെ നാടകീയമായ ഒരു രീതിയിലാണ്. അങ്ങനെ തുടർന്ന് 30 കൊല്ലം വരച്ചു. അപ്പം ഞാൻ ഇന്ന് ഇരുന്ന് ഓർക്കുമ്പോൾ അന്ന് എന്നെ ഒന്ന് വരയ്ക്കാവുന്ന ആ മോളി എന്ന് പറയുന്ന കുസൃതി പെണ്ണ് ചോദിച്ചില്ലായിരുന്നെങ്കിൽ, ഓഫീസിന് മുന്നിൽ നിന്ന് ആളെ പുലഭ്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ, അതൊക്കെ ഒരു ഇഫ് എന്നുള്ള ഒരു വരുന്നതാണ്. ഞാൻ വിചാരിച്ച ഈ മോളിയെ അന്ന് വരച്ചില്ലായിരുന്നെങ്കിൽ ആ മോളിയുടെ എന്നെ ഒന്ന് വരയ്ക്കാവോ എന്ന് ചോദിച്ച ആ ചോദ്യമാണ് എന്നെ സുപ്രീം കോടതി ഉണ്ടാക്കിയത്.